രമണീയമായ നല്ല സ്ഥലങ്ങൾ, മലയോരം എന്ന് പറയാൻ പറ്റുന്ന ഈ ഒരു ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമുക്ക് മല നിരകൾ താണ്ടിയാണ് കൊട്ടിയൂരെത്തുന്നത്. ഇത് നമ്മൾ ആറളം ഫാമിൽ കൂടെയുള്ള കറക്കം. ഇതാണ് ആദിവാസികൾക്ക് കൊടുത്ത സ്ഥലങ്ങൾ, വീടുകൾ. അനുയോജ്യമായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല സ്ഥലമാണ്. ഇവർക്ക് അംഗൻവാടികൾ, എല്ലാം കൃഷിയിടങ്ങൾ എല്ലാം നല്ല പുരോഗമനമുണ്ട്. ഈ ഏരിയക്കാരെല്ലാം നല്ല ഇതാണ്, കൃഷി ചെയ്യാനും എല്ലാത്തിനും ഭയങ്കര തൽപരരാണ് ഇവരെല്ലാം. ഇവിടുത്തെ അംഗൻവാടിയാണ് ഇവിടെ കാണുന്നത്. വീടുകളൊക്കെ കണ്ടോ എത്ര മനോഹരമായിട്ടുള്ളതാണ്. നല്ല നല്ല വീടുകളാണ്. പിന്നെ കടകൾ, ഇവരുടെ കുമ്മട്ടി കടകൾ. പിന്നെ ഇതിനപ്പുറത്തേക്ക് ആദ്യം ഇഞ്ചി, അതേപോലെ മഞ്ഞൾ എല്ലാം നട്ട് ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ ആന ഇറങ്ങി ഫുള്ള് ചവിട്ടിയും എല്ലാം കളയുന്നതുകൊണ്ട് ഇവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല നടാൻ. എന്നാലും ഇവർ ചെയ്യുന്നുണ്ട്, ഒത്തിരി കൃഷികൾ ചെയ്യുന്നുണ്ട്. നല്ല നല്ല വീടുകളാണ് ഇവർക്കെല്ലാം വെച്ച് ഉയർത്തിക്കുന്നത്. പക്ഷേ ആനയുടെ ഒരു ശല്യം മാത്രമാണ് ഇവർക്കിപ്പം ഭീഷണിയായിട്ട് നിൽക്കുന്നത്. റോഡുകളാണെങ്കിലും ചെറിയ കട്ടറുണ്ടായാലും നല്ല ഇതാണ്, പോകാനൊക്കെ ആണെങ്കിലും. രാത്രികാലങ്ങളിൽ യാത്ര ഇവിടെ ദുഷ്കരമാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആനകൾ റോഡിലുണ്ടാവും. ഇതിലെല്ലാം ആനകൾ ഇറങ്ങുന്ന സ്ഥലങ്ങളാണ്. എല്ലായിടത്തും നല്ല തണലുള്ള പ്രദേശങ്ങളാണ്. തണുപ്പും നല്ല നല്ല കാഴ്ചകൾ കാണാനുള്ള സ്ഥലങ്ങളും. അത് സൂക്ഷ്മമായി ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു ഏരിയയാണ്. ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ചെക്ക് പോസ്റ്റ്. സാധാരണ ഇവിടെ നിന്ന് ടോക്കൺ എടുത്തിട്ട് വേണം പോകാൻ, ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് കടന്നു പോകാൻ. ഇപ്പം അത് താൽക്കാലികമായി നിർത്തി വെച്ചേക്കുവാൻ കാണാം. ഇവിടുന്ന് ടോക്കൺ എടുത്ത് അപ്പുറത്ത് ഇറങ്ങുന്നിടത്ത് ഇവരുടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്, അവിടെ കൊടുത്തിട്ടാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇതാണ് ആനവേലി. ആന കയറാതിരിക്കാൻ വേണ്ടി ഒരു വേലികൾ തീർത്ത് ഒത്തിരി ഇതുണ്ട് ഇവിടുത്തെ. ഇതിനപ്പുറത്താണ് പണ്ട് ആന ഒരാളെ ചവിട്ടിക്കൊന്നത്. ഈ കൈതച്ചക്കയുടെ കൃഷി ഇടം ആയിരുന്നു അപ്പുറത്ത്. അവിടെ നിന്ന് ആന റബ്ബർ വെട്ടുന്ന ഒരാളെ ആന ചവിട്ടിക്കൊല്ലുമായിരുന്നു. ആദ്യം ഇവിടെയായിരുന്നു ഫുള്ള് പൈനാപ്പിൾ തോട്ടമായിരുന്നു, ഫുള്ള് കാണാനും നല്ല സ്ഥലങ്ങളായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇവർ കശുമാവ് വെച്ചതും. അല്ല സഹോ, ഇവിടെയായിരുന്നു നമ്മളെ ആന ചവിട്ടിക്കൊന്ന കുറച്ച് പുറകിലായിട്ട് ആ ഉള്ളിലേക്ക് കയറിയിട്ടാണ് ആന അവിടെ നിന്നാണ് ചവിട്ടിക്കൊന്നത്. നമ്മളിപ്പോൾ പോകുന്ന വഴി ചിലപ്പോൾ ആനേനെയൊക്കെ കാണാം, റോഡിൽ ആനകളുണ്ടാവും. ഇവിടെയൊക്കെ ആന ഉള്ള സ്ഥലമാണ്. ഇത് ശരിക്കും ഫാമിന്റെ സ്ഥലമായിട്ടാണോ കാണുന്നത്? ഫാമിന്റെ ആണ് ഇത്. ഇതെല്ലാം ആറളം ഫാമിന്റെ സ്ഥലങ്ങളാണ്. കോളനി ഭാഗം ആദിവാസികളുടെ അല്ല, അവർക്ക് വേറെ സെപ്പറേറ്റ് സ്ഥലങ്ങൾ കൊടുക്കുന്നതാണ്. അപ്പുറത്തെ സൈഡിലേക്ക് ഓരോ ബ്ലോക്കായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഒത്തിരി ഉന്നതികളുണ്ട് ഇവിടെ. ഇവിടെയെല്ലാം ആനകളും നല്ലോണം ഉള്ളതാണ്. ഇവിടെ സ്കൂള്
ഹയർ സെക്കൻഡറി സ്കൂള്, അതേപോലെ ആറളം സ്കൂള് ഇല്ലേ, ഹൈസ്കൂള് എല്ലാം ഉള്ളത് ഇവിടെയാണ്, ഇതിനുള്ളിലാണ്. നല്ല വണ്ടി സൗകര്യമുള്ള സ്ഥലങ്ങളൊക്കെയാണല്ലോ. അതെ അതെ, ഇവിടെ KSRTC വരുന്നുണ്ട് സ്കൂളിൻ്റെ ഇവിടം വരെ. സ്കൂൾ കഴിയുന്ന നേരത്ത് KSRTC വന്നിട്ട് ഇവിടുന്ന് സർവീസ് ഉണ്ട്. പിന്നെ ഈ സ്ഥലങ്ങളെല്ലാം ആൾക്കാർ ഒത്തിരി കശുമാവുമ്പോൾ ആൾക്കാർ വന്ന് പിറക്കി കിലോ കണക്കിനാണത്, കിലോയ്ക്കാണ് പിറക്കുന്നതെല്ലാം. നല്ല ഇത് ഇവിടെ പോസ്റ്റ് ഓഫീസുണ്ട്. ഇത് ഈ ഇറങ്ങിക്കഴിഞ്ഞാൽ പോസ്റ്റ് ഓഫീസാണ്, പിന്നെ അവരുടെ ഓഫീസാണ്. അങ്ങനെ ഒത്തിരി എല്ലാ സർക്കാർ സ്ഥാപനങ്ങളുണ്ട്. ആശുപത്രികൾ, അപ്പുറത്തേക്ക് പോയ ആശുപത്രികളുണ്ട്, ഒത്തിരി സൗകര്യമുണ്ട്. ഇത് പോസ്റ്റ് ഓഫീസാണ്. ഇത് പോസ്റ്റ് ഓഫീസാണ്. പോസ്റ്റ് ഓഫീസിന് ഒരു ഉയർത്ത ഇതില്ല, അല്ല, നല്ല ഇതുള്ളതാണ് ഇവിടെ. എല്ലാ സൗകര്യങ്ങളോട് കൂടി ഉള്ളതാണ് പോസ്റ്റ് ഓഫീസ്. ഫോറസ്റ്റിന്റെ ഓഫീസ് എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അത് വളവഞ്ചാല് റോഡിലും. നമുക്ക് കൊട്ടിയൂര് അമ്പലത്തിലേക്ക് പോകുന്ന ഇതാണ്. ഇതിലെ വന്ന് ഈ പാലം കയറി നമുക്ക് അങ്ങോട്ട് പോയാൽ വലിയ ദൂരമില്ല. നേരെ പോയാൽ കാക്കയങ്ങാടാണ്. നമുക്ക് ഇതിലെ പോയാലും ഒത്തിരി ലാഭമാണ്. ഈ റോഡ്, ഈ ഇപ്പുറത്തെ റോഡ്, റൈറ്റ് റോഡ് നമുക്ക് കാക്കയങ്ങാട് പാലാപ്പുഴ, പാലാപ്പുഴയ്ക്ക് പോകും. ഇതിലെ പോയാൽ ഒത്തിരി 1.5 കിലോമീറ്റർ ദൂരം ഉള്ളു അപ്പുറത്തേക്ക് കിടക്കാൻ. നല്ല ഇതുള്ളതാണ്. ഹോം സ്റ്റേ എല്ലാം ഉണ്ട്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒത്തിരി സൗകര്യങ്ങളാണ്. അങ്ങോട്ട് എത്തുന്നതാണ്. പിന്നെ ഈ ഫാമിൻ്റെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വഴികളെല്ലാം ചെറിയ മോശങ്ങൾ, ചെറിയ ദൂരമേ ഉള്ളൂ, പക്ഷെ വഴികളെല്ലാം വളരെ മോശമാണ്. കട്ടറ പിടിച്ച റോഡുകളാണ്. നമ്മൾ ആറളം ഫാം കഴിഞ്ഞു, ഇപ്പം അല്ലാതെ ഫാമിൻ്റെ സ്ഥലം കഴിഞ്ഞ് അല്ലാതെ ഇതിലേക്ക് കയറിയിരിക്കുകയാണ് നമ്മൾ. ഇതാണ് കേളകം ടൗണാണ് ഈ കാണുന്നത്. ഇന്ന് കൊട്ടിയൂർ അമ്പലത്തിൽ നിന്ന് വരുന്ന ട്രാഫിക്കാണ്. അതേപോലെ വണ്ടികൾ. ഫുള്ള് ട്രാഫിക്കാണ്. കേളകം ടൗൺ തുടങ്ങിയ ട്രാഫിക് തന്നെയാണ്. അത് കണ്ടോ മലകളൊക്കെ. നല്ല പ്രകൃതി രമണീയമായ ഒരു നാട് തന്നെയാണ് അല്ലേ? സത്യം, ഭയങ്കരമായിട്ടുള്ളൊരു മലയോര മേഖലയുടെ ഒരു ചങ്കായ സ്ഥലം തന്നെയാണ്. പിന്നെ ഒത്തിരി ഐതിഹ്യങ്ങളും കാര്യങ്ങളുമെല്ലാം ഉള്ള പ്രകൃതി രമണീയമായ ഒരു സ്ഥലം തന്നെയാണ് കൊട്ടിയൂർ. ഒത്തിരി ഐതിഹ്യങ്ങളുണ്ട് കൊട്ടിയൂർ നാടിനെ പറ്റി പറയുവാണെങ്കിൽ. അമ്പലത്തിനെ പറ്റിയും എല്ലാം ഒത്തിരി ഐതിഹ്യങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് വഴിയെ കാണാം. ഫുള്ള് ട്രാഫിക്കാണ്. ഞായറാഴ്ചയാണേലും വഴിയോടെ കച്ചവടക്കാരെല്ലാം ആക്റ്റീവാണല്ലേ? നല്ല ആക്റ്റീവാണ്. പിന്നെ ചെറിയ തൂവള്ളൽ മഴകളും, വലിയ ചൂടുമില്ല, എന്നാൽ ചൂട് ഉണ്ട് താനും. ഒരു പ്രത്യേക കാലാവസ്ഥ. എന്നാലും എല്ലാ വർഷത്തേക്കാളും വ്യത്യസ്തമായിട്ടാണ് ഈ വർഷത്തെ കാലാവസ്ഥ. അതെ അതെ അതെ. അല്ല, ഈ സമയത്തൊക്കെ നല്ല മഴയും വെള്ളപ്പൊക്കവും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സമയമായിരുന്നു. പക്ഷേ ഉത്സവം എന്ന് പറയുമ്പോൾ തന്നെ ബ്ലോക്കാണ് ആദ്യം മനസ്സിൽ വരിക. ഇനി കിലോമീറ്ററുകളാണ് ബ്ലോക്ക് വരുന്നത്. ആ ബ്ലോക്കെല്ലാം താണ്ടി വേണം നമുക്ക് കൊട്ടിയൂർ അമ്പലത്തിൻ്റെ അവിടെ എത്താൻ. മണിക്കൂറുകൾ നീണ്ട ക്യൂ ആണ്. കഴിഞ്ഞ ഞായറാഴ്ച ഇതിലും ഇതുണ്ടായിരുന്നു, ഭയങ്കര ഇതായിരുന്നു. മെയിൻ ഉത്സവത്തിന്റെ ഒരു ദിവസമാണ് അല്ലേ? അതെ, കഴിഞ്ഞ ഞായറാഴ്ച.
KSRTC സമയത്ത് ബസ്സുകൾ ആണ് ഇവിടുത്തെ ഒരിത്. നല്ല ഞങ്ങൾ ഇന്ന് കൊട്ടിയൂർ യാത്രയിലാണ്. ഒന്ന് ഉത്സവം കാണാം, ഒന്ന് ആഘോഷിക്കാം എന്നുള്ള ഒരു യാത്ര. നിന്റെ യാത്രയിൽ എന്താണ് പറയാനുള്ളത്? യാത്ര പറയുകയാണെങ്കിൽ തന്നെ കൂടുതലായിട്ടും നമുക്ക് ട്രാഫിക് ബ്ലോക്ക് ആണ് കൊട്ടിയൂർ റൂട്ടിൽ ഉത്സവ സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കടന്നു പോകാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഏറ്റവും ശരിക്കും കൊട്ടിയൂർ ഉത്സവം കാണാൻ ആഗ്രഹിച്ചു പോകുമ്പോൾ ഉള്ളത്. കിലോമീറ്ററുകളാണ് ട്രാഫിക് ജാം. അതാണ് ഏറ്റവും വലിയൊരു ഇതിന്റെ ബുദ്ധിമുട്ട് തന്നെ. ശരിക്കും നമുക്ക് തോന്നുന്ന അടുത്ത സ്റ്റോപ്പിൽ വെച്ച് നമുക്ക് ബസ്സിൽ കയറി പോകേണ്ട ഒരു അവസ്ഥ വരുമോ എന്നാണ് അങ്ങനെ ഒരു അവസ്ഥ നമ്മൾ ആലോചിക്കുന്നത്. അങ്ങനെയെങ്കിലും നമ്മൾ കാണും, എന്തുകാട്ടിലും പോകും. ഉത്സവത്തിന്റെ വിവരങ്ങൾ നിങ്ങളെ അറിയിച്ചിരിക്കും. അതാണ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മുടെ കടമ. എന്ത് കാണിച്ചാലും നമ്മൾ പോയി ഉത്സവത്തെ കുറിച്ച് കൂടുതലായിട്ട് വിവരിച്ച് പറയാനായിരിക്കും. അതെ. ട്രാഫിക് മാത്രമാണ്, ഒന്ന് അനങ്ങാൻ പറ്റുന്നില്ല. ഞങ്ങളിപ്പം ഒരു 10-15 മിനിറ്റായി ഇവിടെ ഇപ്പം കിടക്കാൻ തുടങ്ങിയിട്ട്. വണ്ടി ഒന്ന് അനങ്ങി മുന്നോട്ട് പോകാനേ ഒന്നും ആകുന്നില്ല. അതേ ട്രാഫിക്കാണ്, അതേ ഇതാണ്. വൺ സൈഡ് വണ്ടി പോകുന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ റൈറ്റ് സൈഡ് വണ്ടി പോകുന്നുണ്ട്. പക്ഷെ അങ്ങോട്ടുള്ള വണ്ടികളാണ് ഒന്നും പോകാൻ ഉള്ളൊരിതാകുന്നില്ല. അത്ര ട്രാഫിക് ജാമാണ്. കൊട്ടിയൂരിന്ന് തിരിച്ചു പോകുന്ന വണ്ടികൾ പിന്നെയും പോകുന്നുണ്ട്, ഒത്തിരി പോകുന്നുണ്ട്. നമ്മളിതാ എത്ര സമയമായിട്ടും പോകാതെ ഇങ്ങനെ കിടക്കുകയാണ്. ഇരുചക്ര വാഹനങ്ങൾ കയറി പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവര് വല്ലാതെ വിഷമിച്ചാണ് അവർ കയറി പോകുന്നത്. ശരിക്കും രണ്ട് സൈഡിലും വണ്ടി ഫുള്ളായിട്ട് നിൽക്കുകയാണ് റോഡ്. പാറക്കെട്ടുകള്, പ്രകൃതി രമണീയമായ സ്ഥലമാണ്. നീണ്ടു നോക്കി കൊട്ടിയൂർ ചുങ്കക്കുന്നിലോട്ട് റോഡ്. മലകൾ നിൽക്കുന്നത് കാണുമ്പോൾ ഒന്ന് അടുപ്പ് പോലെ കൂട്ടിവെച്ച് പാലുകാച്ചിമല എന്നറിയപ്പെടുന്നു. പാലുകാച്ചിമല എന്നറിയപ്പെടാൻ തന്നെ 3 മലകൾ അടുത്തടുത്ത ഒരു ദേശത്തിലാണ് പാലുകാച്ചിമല. നമ്മള് ഉൾക്കൂടൊക്കെ ഇങ്ങനെ പോരുവാണ്. അപ്പുറത്ത് ഒരവസ്ഥയിലാണ്. ട്രാഫിക് ജാം എന്ന് പറഞ്ഞാൽ ഒരു അരമണിക്കൂർ നിൽക്കുമ്പോൾ 1 മീറ്റർ പോലും നീങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ. അത് ഉള്ളിൽ കൂടെ പോലീസുകാർ അവിടെ നിന്ന് ഇതിലെ വണ്ടികളെല്ലാം, കൂടുതലും ചെറുവാഹനങ്ങളാണ് ഇതിലെ കടത്തി വിടാനായിട്ട്. ബസ്സുകളെല്ലാം കടത്തി വിട്ട് ചെറുവാഹനങ്ങൾ മാത്രം വിടുകയാണ്. ഇപ്പോഴാണ് കുറെ സമയം കൂടി വണ്ടി ഒന്ന് നീങ്ങുന്നത് തന്നെ. ഈ മഴയുണ്ട്, ചെറു മഴയാണെങ്കിലും എന്ത് രസമാണെന്നറിയാവോ, വന്ന് കാണണം. കാണാത്തത് വലിയൊരു നഷ്ടമാണ്. വളവുകളും തിരിവുകളും ഓരോ മലകളിലുള്ള വെയിലുകളും എല്ലാം കാണുമ്പോൾ തന്നെ ഹൃദയത്തിൽ സ്പർശിക്കുന്ന ഒരു ഇതാണ്. എല്ലാ ബൈക്കുകളാണ് കൂടുതൽ എതിരാ പോകുന്നത്. കർണാടകയിൽ നിന്ന് വരുന്ന വണ്ടികൾ, ചെറുവാഹനങ്ങൾ, ബൈക്കുകളിലായി ഒത്തിരി കർണാടകക്കാർ വരുന്നുണ്ട്. അതേപോലെ തമിഴ്നാട്ടുകാര് എല്ലാവരും ഈ റോഡ് തന്നെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഓവർ സ്പീഡാണ് എല്ലാം ഓവർ സ്പീഡാണ്. ഗ്യാപ്പ് കുറച്ച് ബാംഗ്ലൂർ വണ്ടികളാണ് മുക്കാലം തന്നെ കാണുന്നത്.
എല്ലാം അവരൊരു ടീമായിട്ട് തന്നെ നിൽക്കുന്നതാണ് മെയിനായിട്ട് പോകുന്നത്. ക്യൂ തന്നെയാണ് എല്ലാം പോകുന്നത്. നല്ല രസമുണ്ട്. ബൈക്കുകാർ പോകുന്നതിന്റെ രസമാണ്. എല്ലാരും മഴക്കൂട്ടിട്ട് ലൈനായിട്ട് ഒരു പ്രത്യേക രസമാണ് കാണാൻ, അല്ലെ? ഒരു ജാഥ പോലെയായിട്ട് ശരിക്കും ഇവര് പോകുന്നത്. അതും കർണാടകക്കാരാണെങ്കിലും നല്ലൊരു ഒത്തൊരുമയോടുകൂടി എല്ലാം ഒരു ലൈനായിട്ട് നിരന്നു പോകാതെ എല്ലാം ലൈനായിട്ട് ഒരേ ലെവലിൽ പോവുകയാണ്. ആർക്കും ഒരു ബുദ്ധിമുട്ടാകണ്ട. അതെ അതെ, ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. നല്ല ഒരു അച്ചടക്കത്തോടെ പോകുന്ന പോലെ ഏറ്റവും സൈഡ് വെച്ച് തന്നെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് റംബൂട്ടാൻ വിൽപ്പനക്കാരും എല്ലാം റോഡ് സൈഡിൽ നിൽക്കുന്നു. എല്ലാ വണ്ടിയിലും 2 പേര്, അതേപോലെ ഹെൽമെറ്റുകളെല്ലാം വെച്ച് സേഫ് ആയിട്ടാണല്ലോ ശരിക്കും ഇപ്രാവശ്യം ഇവർ യാത്ര ചെയ്യുന്നത്. അതെ അതെ, ആ ഡ്രസ്സാണെങ്കിലും എല്ലാരും ഒരേപോലത്തെ ഡ്രസ്സ്, നല്ല ഒരു ഇത് തന്നെയാണ്. ഇരിക്കുന്ന 2 പേരും തന്നെ ഒരേ കളർ ഡ്രസ്സാണ് ചെയ്യുന്നത്. അതെ അതെ, അതന്നെ നല്ലൊരു ഐക്യത്തിന്റെ ഒരു. പക്ഷെ നമ്മള് കഴിഞ്ഞ ദിവസം കണ്ടു കർണാടകക്കാരെല്ലാം ഭയങ്കരമായിട്ട് വഴക്ക് പിടിക്കുന്നു, അതാണ് ഇതാന്നൊക്കെ പറയുന്നെങ്കിലും പക്ഷെ നല്ല ഒരു ഒരുമയോടുകൂടി ഇവരുടെ ആ പോക്കും അതെ അതെ എല്ലാം കാണുമ്പോൾ നല്ലൊരു ഒരുമ. അത് തന്നെയാണ്. അതിൽ 100 പേരിൽ ഒരാളുണ്ടാവും ഇതേപോലെ. അതെ, ഒരാൾ തന്നെ ആക്കിയാൽ മതി. പക്ഷെ ബാക്കി എല്ലാരും നല്ല മനുഷ്യന്മാരാണെങ്കിലും അതെ, എല്ലാവരിലും അത് ബാധിക്കും. കേരളക്കാരാണ് പിന്നെയും സൈഡ് തരാതെയും എല്ലാം പോകുന്നത് തന്നെ. ഇടയ്ക്കിടയ്ക്ക് വലിയ വാഹനങ്ങൾ കടന്ന് വരുന്നുണ്ട്, ട്രാവലേഴ്സ് അങ്ങനെയുള്ള ട്രാവലർ വരുന്നുണ്ട്, ഒത്തിരി ട്രാവലർ വരുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അങ്ങനെ വരുമ്പോ മാത്രമേ നമുക്കൊരു ഗ്യാപ്പ് കിട്ടാതെ വരുന്നുള്ളൂ. പക്ഷെ അവര് ഒരു റോഡ് സൈഡ് തരാത്ത രീതിയിലൊരു പോക്ക്. ശരിക്കും അവർക്ക് തിരക്കണ്ടല്ല. അവനിപ്പം പോയാലും ഏകദേശം എന്തൊക്കെ വന്നാലും നമുക്ക് അറിയത്തില്ല. ഇതിനൊക്കെ നടപെടും ഇതാ പറഞ്ഞ ഈ വഴി നമ്മൾ പോയി കഴിഞ്ഞാൽ നീണ്ടു നോക്കി പാലത്തിലോട്ടാണ് ചെല്ലുന്നത്. നീണ്ടു നോക്കി പാലത്തിലേക്ക് ചുങ്കക്കുന്നി നമ്മളെ തിരിച്ചു വിട്ടു കഴിഞ്ഞാൽ പിന്നെ നീണ്ടു നോക്കി പാലമാണ് നമ്മുടെ അടുത്ത. ഈ സ്ഥലങ്ങൾ കാണുമ്പോ എന്തൊരു ഭംഗിയാണ്. അതെ, മലകളും മഞ്ഞുകളും കോടകൾ നിറഞ്ഞ ഒരു സ്ഥലം തന്നെയാണ് കോടമഞ്ഞിൽ. അതെ, കുളിച്ചു നിൽക്കുന്ന പ്രകൃതി രമണീയം, പറയാതിരിക്കാൻ പറ്റത്തില്ല. അത്ര ഒരു ഐശ്വര്യമുള്ള. നമ്മൾ നീണ്ടു നോക്കി പാലത്തേലോട്ട് കയറിയാൻ തുടങ്ങുകയാണ്. പാലം കയറാതെ നമ്മൾ ഇടത്തോട്ട് തിരിച്ചു വിടുകയാണ് അവര്. അപ്പുറത്തുകൂടെയുള്ള വഴി കൂടെ വിടാനാണ്. വന്യാമല റൂട്ടിലോട്ടാണ് നമ്മുടെ തിരിച്ചുവിട്ട് നേരെ കൊട്ടിയൂർ റൂട്ട് ചെല്ലും. ഇവിടെയും പോലീസുകാരുണ്ട്. അവര് ഒത്തിരി മഴകളെല്ലാം കൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പം അമ്പലത്തിന്റെ പാർക്കിങ്ങിലെത്തി. ചള്ളയൊന്നും ഇല്ലാത്തൊരു സ്ഥലം കാണിച്ചു തരാന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. അങ്ങ് കാണുന്ന ആ സ്ഥലത്താണ് നമുക്ക് കൊണ്ടുപോയി വെക്കേണ്ടത്. ഫുള്ള് ട്രാഫിക്കും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇരുന്നു. ഞങ്ങൾ അങ്ങനെ പാർക്കിംഗ് സ്ഥലത്തെത്തി. പാർക്കിംഗ് സ്ഥലത്ത് വെച്ച് അടുത്ത ഏരിയയിലേക്ക് പോകാനുള്ള പരിശ്രമത്തിലാണ്. അങ്ങനെ കറങ്ങി റിവേഴ്സ് വെച്ച് വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഒരു പരിശ്രമത്തിലായിരുന്നു. അങ്ങനെ പാർക്ക് ചെയ്ത് നമ്മൾ അടുത്ത ഇനി അമ്പലത്തിലേക്ക് പോകാനുള്ള തന്ത്രപ്പാടിലാണ്.
നമുക്ക് പോയി നോക്കാം. നമസ്കാരം, മലയോര എക്സ്പ്രസ് ന്യൂസിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊട്ടിയൂരാണ്. കൊട്ടിയൂര് അമ്പലത്തിന്റെ ഹൃദയഭാഗത്താണ് നിൽക്കുന്നത്. അമ്പലത്തിലേക്ക് കയറാനുള്ള കവാടം എത്തിയിരിക്കുന്നതാണ്. നമ്മൾ ജനം തിരക്ക് അത്രയില്ലെങ്കിലും, കഴിഞ്ഞ ഞായറാഴ്ചത്തെ അത്രയില്ലെങ്കിലും ജനങ്ങളുണ്ട്. ഒത്തിരി ആൾക്കാർ വന്നു പോകുന്നുണ്ട്. നമുക്ക് അമ്പലത്തിലേക്കൊന്ന് കയറാം. നിൽക്കുന്നത് അമ്പലത്തിനുള്ളിൽ കൂടി പ്രദക്ഷിണം ചെയ്ത് വെള്ളത്തിൽ കൂടി ഇറങ്ങി അമ്പലത്തിനുള്ളിൽ പ്രദക്ഷിണം ചെയ്യാൻ നിൽക്കുന്നവരാണ് ഈ കാണുന്നത്. വമ്പൻ തിരക്കുകളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കുറച്ച് ആളുകളെ മാത്രമാണ് ആദ്യം കടത്തിവിടുന്നത്. പോലീസുകാര് പ്രത്യേക ഒരു ഇത് ഉണ്ട്. കുറച്ച് ആളുകളെ ഈ പാലത്തിൽ കൂടെ കയറി, അപ്പുറത്ത് വെള്ളമുണ്ട്, ആ വെള്ളത്തിൽ ചവിട്ടി അകത്തേക്ക് കയറി ചെറിയ ഉള്ളിലേക്ക് കയറാനുള്ള ഇതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മള് ഈ പാലത്തിൽ കൂടി കയറിയാൽ ദർശനം പുറത്തുള്ള ദിശയിൽ മാത്രമേ ദർശിക്കാൻ പറ്റുള്ളൂ. ഉള്ളിലേക്ക് കയറാൻ പറ്റാത്ത ഒരു പ്രവേശന കവാടമാണിത്. ഇത് പുറത്തുകൂടെ തൊഴിച്ചിട്ട് വരുന്നവരുമാണ്.